ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി ട്രംപിൻ്റെ പഴയ ബന്ധമില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളും അതിന് കാരണക്കാരൻ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞ പഴയ BJP-കാരനാണ് ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നത്. ചില യൂട്യൂബുകളൊക്കെ അത് വാർത്തയാക്കി, ചില മീഡിയ അത് വാർത്തയാക്കി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ചിലരോടും ചില അമേരിക്കൻ ഒഫീഷ്യൽസിനോട് ചോദിച്ചു, എന്താണ് ഈ സംഭവം? അതായത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഇവിടെ പോയിരുന്നു അമേരിക്കയിൽ. അദ്ദേഹം ഈ ട്രംപിൻ്റെ പുതിയ ടീമിലെ പല അംഗങ്ങളുമായിട്ട് സംസാരിച്ചു. എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അവിടെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല, ഇതിൻ്റെ കാരണം എന്താണ്, റീസൺ? ഇതേപോലെയുള്ള വാർത്തകൾ വരുന്നു. അപ്പം മേക്ക് ഇറ്റ് വളരെ സീരിയസ് ആയിട്ട് അത് കൺഫേം ചെയ്തു. മോദി എന്ന് പറയുന്നയാൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നയാൾ ട്രംപിന് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രിയപ്പെട്ട, അതായത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ്. മോദി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ട്രംപിന് മറ്റൊരു ലോക നേതാക്കളോട് ഏറ്റവും കൂടുതൽ ബന്ധം. അത് മോദിയും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അദ്ദേഹം കാണുന്നത് ഒരേപോലെയാണ്. ഇതാണ് വളരെ കൃത്യമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പല ലീഡേഴ്സും പല ഇന്ത്യൻ ഒഫീഷ്യൽസും പല ഹിന്ദിക്കാരും ഗുജറാത്തികളും ഒക്കെ പറഞ്ഞത്. ഇത് റിപ്പബ്ലിക് പാർട്ടിയോട് വളരെയധികം ബന്ധമുള്ളവരാണ്. ആ ബന്ധത്തിന് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ ജയശങ്കറോടെ പോയിൻ്റെ കാര്യം പറയുന്നത്, അതായത് ജയശങ്കറിന് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. കാരണം മോദി ഏകദേശം 1 മാസം കഴിയുമ്പോൾ അമേരിക്ക വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാ ഒരു ബന്ധമുണ്ടാക്കണം. അതിൻ്റെ പേരിലാണ് ജയശങ്കർ അവിടെ പോയത്. അതായത് നരേന്ദ്രമോദിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരാൻ കഴിയില്ല എന്നും, അതായത് ഇന്ത്യയിൽ കുംഭമേള നടക്കാണ്, പിന്നെ അഡീഷണൽ എക്സ്പെൻസ് ഉണ്ടാക്കണ്ട, അതായത് 1.5 മാസം കഴിയുമ്പോൾ വരാമെന്നും, അതായത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോകുമ്പോൾ മറ്റുള്ള ഡിസ്കഷൻസ് ഒന്നും നടക്കത്തില്ല. കാരണം എല്ലാവരും പുതിയ പോസ്റ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഇക്കാര്യമായ ഡിപ്ലോമാറ്റിക് നയങ്ങളോ ട്രേഡോ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷനൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം വരാൻ പറ്റുന്ന ഒരു നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദിയെ കണക്കാക്കുന്നുവെന്നും ഈ ട്രംപിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഈ ജയശങ്കരെ ധരിപ്പിച്ചു എന്നുമാണ് അറിയുവാൻ സാധിക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം, ഈ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന പഴയ BJP ലീഡർ ഇതേപോലൊരു വൃത്തികെട്ടാണ്. വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയും. അവസാനം ഇയാൾ BJPക്ക് പാരയാകുമെന്ന്, മോദിക്ക് പാരയാകുമെന്ന് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഒരിക്കൽ അരുൺ ജെയ്റ്റ്ലിയുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുക, അയാൾക്ക് ഇയാളെ കണ്ടുകൂടാ. കാരണം കൂടെ നടക്കുകയും കൂടെ കൊണ്ടുപോകുന്നതിന് ആദ്യം പാര വെച്ച് അവനെ പുറത്താക്കുന്ന ഒരാളാണ് സ്വാമി. സ്വാമിയുടെ കീറിയ മറ്റേ കോടാലി പോലുള്ള എന്തും വായി പോകുന്നത് വിളിച്ച് പറയും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചോണം. അപ്പം ഇതുമായിട്ട് അടിസ്ഥാനപരമായിട്ട് യാതൊരു ഈ പറയുന്നൊരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു ഫേക്ക് ന്യൂസാണ് ഇത് അടിച്ചിറക്കിയത്. വളരെ കൃത്യമായിട്ട് പറയാം. അപ്പം എന്താണ് മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധം കൂടുതൽ എടുക്കാനുണ്ടായ കാരണം? അമേരിക്കൻ ഇലക്ഷനിൽ ഏറ്റവും ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ റിപ്പബ്ലിക്കൻ പാർട്ടിയായ ട്രംപിന് വോട്ട് ചെയ്തു. അതിനൊരു കാരണക്കാരൻ ഈ പറയുന്ന നരേന്ദ്രമോദിയാണെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരും ട്രംപും. അതായത് ഇന്ത്യക്കാർക്ക് സ്വാധീനമുള്ള പലയിടത്തും അവിടെയൊക്കെ അധികവും ഡെമോക്രാറ്റ്സാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഇന്ത്യക്കാരെ ബേസിക്കലി ഡെമോക്രാറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ, അതായത് വലിയൊരു ശതമാനം ഇന്ത്യക്കാർ ഇന്ത്യൻ ഒറിജിൻ അവരിപ്രാവശ്യം വോട്ട് ചെയ്തത് ഈ ട്രംപിനാണ്. അപ്പം അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും, നേരത്തെ നരേന്ദ്രമോദിയുടെ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു ഹൂസ്റ്റണിലുണ്ടായ സംഭവത്തിൽ. അതിൻ്റെ ഇസ്കെ ബാർ ട്രംപ് എന്നുള്ള ഹിന്ദിയിലാണ് ഈ സ്ലോഗൻ പറഞ്ഞത്. പക്ഷേ ആ പ്രാവശ്യം ട്രംപ് തോറ്റുപോയി. ആ തോൽവിയെ പറ്റിയുള്ള കോൺട്രവേഴ്സിയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ പറയാൻ പോകുന്നത്, ഇത് അടിസ്ഥാനപരമായൊരു ഫേക്ക് വാർത്തയാണ്. മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമാണ്, വളരെ ദൃഢമാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൂടെ പറയാം. അതായത് ട്രംപ് വന്ന ശേഷമായിരിക്കും പൂർണ്ണമായിട്ടും ഈ ചൈനയുമായിട്ടുള്ള ട്രേഡ്, അതായത് വലിയ ട്രേഡാണ് അമേരിക്കയും ചൈനയുമായിട്ട് നടത്തുന്നത്, അതിനെപ്പറ്റിയുള്ള തീരുമാനമുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന പല കമ്പനികൾക്കും ഇന്ത്യയിലോട്ട് പോകാനുള്ള
ഒരു സംഭവം പെട്ടെന്ന് എങ്ങനെയാണ് സിംഗിൾ റൂട്ടിൽ ഇന്ത്യയിലോട്ട് ഈ കമ്പനികൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും ട്രംപ് ഒരു കാര്യത്തിൽ സ്പഷ്ടമാണ്. ചൈനീസ് സാധനങ്ങൾക്ക് അഡീഷണൽ ടാരിഫ് ഏർപ്പെടുത്തും. അതായത് ഏറ്റവും കൂടുതൽ ടാരിഫ് ചൈനീസ് സാധനങ്ങൾക്കാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. അതിനിടയ്ക്ക് തന്നെ വലിയ ചർച്ചകളുണ്ടാകുവാണ്. വോക്സ് വാഗൻ എന്ന് പറഞ്ഞ കമ്പനി, ജർമ്മൻ കമ്പനി ചൈനയെ ഏറ്റെടുക്കാൻ പോവുകയാണ്. കാരണം യൂറോപ്യൻ മാർക്കറ്റിലോട്ട് കയറാൻ വേണ്ടി. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കണം, ചൈനയുടെ കാറുകൾക്ക് 200% ട്രംപ് ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇലക്ട്രിക് കാറുകൾക്ക്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്കുള്ള ടാരിഫ് കുറയ്ക്കുക എന്നുള്ള ഡിസ്കഷനും മോദിയുടെ വരാൻ പോകുന്ന വിസിറ്റിൻ്റെ ഭാഗമാകാൻ വലിയ വലിയ സാധ്യത. കാരണം ഇതെല്ലാം പലതും ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുക. ഇന്ത്യൻ പ്രോഡക്റ്റ് ആണെങ്കിലും ഇന്ത്യൻ IT സെക്ടറിലാണെങ്കിലും എത്ര % ടാരിഫ് ഏർപ്പെടുത്തണം. കാരണം ഇയാൾ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് 20% ടാരിഫ് എല്ലാ രാജ്യങ്ങളിലെ പ്രോഡക്റ്റുകൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തണം. അതിലെത്ര ശതമാനം പല സെക്ടറിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക്, ഇന്ത്യൻ പ്രോഡക്റ്റിന് എത്ര ശതമാനം കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ തിരിച്ച് അമേരിക്കയുടെ പല പ്രോഡക്റ്റും ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ വലിയ ടാരിഫാണ്, അത് കുറയ്ക്കാനുള്ള സാധ്യത. കാരണം ട്രംപ് പക്ക കച്ചവടക്കാരനാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ സമയമെടുത്തുള്ള ഡിസ്കഷനാണ് ഉണ്ടാകുന്നത്. പിന്നെ നയപരമായ പല സമീപനങ്ങളും ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധവും ട്രേഡും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും, അതേപോലെ നമ്മുടെ ഈ റീജിയണിൽ ഇന്ത്യയുടെ പ്രാധാന്യം എത്രമാത്രം വർദ്ധിക്കണം. കാരണം ചൈന എന്ന് പറയുന്നത് നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ്, അമേരിക്ക ഉൾപ്പെടെ. അപ്പോൾ അവിടെ എവിടെയൊക്കെയാണ് ഇന്ത്യയുമായിട്ടുള്ള സ്വാധീനം മുന്നോട്ട് പോകേണ്ടത്, എവിടെയൊക്കെയാണ് ഇന്ത്യയുടെ പല സെക്ടേഴ്സിന് അത് മാറ്റിമറിക്കേണ്ടത്, ഇതിനെ പറ്റിയുള്ള ഡിസ്കഷൻസും ഉണ്ടാകും. പിന്നെ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഉണ്ടാകും. കാരണം ഓസ്ട്രേലിയ ആണെങ്കിലും ജപ്പാനാണെങ്കിലും ഈ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ കോഡില്ലാത്ത എത്ര ശതമാനം മുൻപോട്ട് ഈ പറയുന്ന ട്രേഡ് ആണെങ്കിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഡിസ്കഷൻ പാർട്ടായിട്ട്. കാരണം ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആകുമ്പോൾ ലോകം മുഴുവൻ നോക്കിയിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ കമ്പനികൾ വരെ നോക്കിയിരിക്കുകയാണ്. പല ഇന്ത്യൻ കമ്പനികൾക്ക് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷൻ പോയിന്റിലോട്ട് വരും. അതായത് ചെറിയ രീതിയിൽ പെട്ടെന്നൊരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം ഇതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപും കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനേക്കാളും നല്ല അതിനകത്ത് എന്തൊക്കെയാണ് പലയിടത്തും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ടൊരു അഡീഷണൽ വേസ്റ്റ് ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ്, അതായത് പണം ചെലവാക്കണ്ട എന്നതിൻ്റെ ഉപരിയായിട്ടാണ് മോദി വരാതിരിക്കുന്നത്. അതിനാണ് ജയശങ്കറിനെ വിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മോദി ഗവൺമെൻറ്റും താല്പര്യപ്പെടുന്ന ട്രംപ് വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ 10 രാജ്യങ്ങൾ കാണും. അതിനകത്ത് ഇന്ത്യ ആയിരിക്കണം ഈ 10 രാജ്യങ്ങളിൽ ഒന്ന് എന്നുള്ള ഡിമാൻഡ് നരേന്ദ്രമോദി ഗവൺമെൻറ് ട്രംപിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യയായിട്ടുള്ള ട്രംപിൻ്റെ വരാൻ പോകുന്ന 4 വർഷത്തെ ബന്ധം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പം മോദിയെയും BJP എതിർക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വേണ്ടാതീനം പറയുന്നു എന്നല്ലാതെ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് യാതൊരു സംഭവമില്ല. മനസ്സിലാക്കേണ്ടത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ മോഡി അഡ്മിനിസ്ട്രേഷൻ അത്ര നല്ല ബന്ധമൊന്നും ആയിരുന്നില്ല. പല കാരണം, ഇപ്പോൾ കാനഡയിൽ ഇഷ്യൂ ആണെങ്കിലും ആ നിജറിനെ കൊന്ന ഇഷ്യൂ ആണെങ്കിലും പന്നൂൻ്റെ ഇഷ്യൂ ആണെങ്കിലും ആ 2-3 പേരുടെ പേരിൽ അമേരിക്കയിൽ പല കോടതികളിലും അവിടുത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഡിസ്കഷൻസ് ഉണ്ടാകും. കാരണം അവിടെ അജിത് ഡോവലിന് അവിടെ പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത പേരിൽ. അതേപോലെ തന്നെ അഡാനിക്കെതിരെയുള്ള ഈ ഹിൻഡൻബർഗിൻ്റെ ഇഷ്യൂ, പിന്നീട് അഡാനി കമ്പനിക്കെതിരെ നടക്കുന്ന അവിടുന്ന് സ്റ്റോക്ക് മേടിച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത അടുത്ത ഇഷ്യൂ, ഇതൊക്കെ ഇതിനകത്ത് മാറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് പിന്നീട് ആക്റ്റീവിലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇതിനകത്ത് ഡിസ്കഷൻ പാർട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ അഡാനി കമ്പനി പണം കൈക്കൂലി കൊടുത്തിട്ടാണ് ആന്ധ്രാപ്രദേശിലെ പവർ സെക്ടറിൽ, അതായത് സോളാർ എനർജി സെക്ടറിനകത്ത് എൻട്രി ചെയ്തിരിക്കുന്നത്. കൈക്കൂലിയുടെ മാറ്ററൊക്കെ പറഞ്ഞ് ഈ അഡാനി കമ്പനിക്കെതിരെ ഇൻക്ലൂഡിങ് അവരുടെ എല്ലാ സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസിനെതിരെയൊക്കെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്, ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല കമ്പനികൾക്ക് സാങ്ഷൻ ഇമ്പോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇത് മാറ്റർ ചെയ്യും. അതേപോലെ ഇന്ത്യ ഇറാൻ ബന്ധം, അതിനകത്ത് എത്രമാത്രം ട്രംപിൻ്റെ ഉണ്ടാകാനുള്ള സാധ്യത, അതായത് ഇന്ത്യ റഷ്യ ബന്ധം,
കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പല കമ്പനികൾക്കും UK ആണെങ്കിലും അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ് മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ താല്പര്യവും ഇന്ത്യൻ കമ്പനികൾ, ഇന്ത്യ എക്കോണമി എല്ലാം ഇത് മാറ്റർ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഡിലേ ചെയ്തിട്ട് ഈ സംഭവങ്ങളെല്ലാം രണ്ടു കൂട്ടരും പഠിച്ച ശേഷം ഇരിക്കാമെന്നുള്ള രീതിയിലായിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ജയശങ്കർ പോയത്. അല്ലാതെ അതേപോലെ തന്നെ മോദിയുടെ ഈ കുംഭമേളയെ ബന്ധപ്പെട്ട്, കാരണം ഇന്ത്യയിലെ 45 കോടിയോളം ജനങ്ങൾ കൂടുന്നൊരു സംഭവം, വലിയൊരു ഇവൻ്റാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിന് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വേണം. ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം പല കാര്യങ്ങളും പല റീസൺസും, അതേപോലെ അതിനൊരു സമയം ആവശ്യമുണ്ട്. പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരുന്നതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ പല ആവശ്യങ്ങളും, അമേരിക്കക്കാരൻ അവർ പല ആവശ്യങ്ങളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും അമേരിക്കയുടെ പല പ്രോഡക്റ്റിൻ്റെ ടാരിഫ് എടുത്ത് കളയേണ്ടി വരും. എടുത്തു കളയല്ല, കുറയ്ക്കേണ്ടി വരും. കാരണം പക്ക കച്ചവടവും ബിസിനസ്സുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പേരിലുണ്ടായ ഡിലേ എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ ഏറ്റവും ആദ്യം വിസിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇസ്രായേലിലായിരിക്കും. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുന്ന രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമായിരിക്കും. ഇത് ഞാൻ പറയുന്നില്ല, അവിടുത്തെ മീഡിയ തന്നെ പറയുന്നുണ്ട്. അല്ലെ, സ്വാമി പറഞ്ഞ പച്ച കള്ളമാണ്. ഒരു ഫേക്ക് ന്യൂസ് അടിച്ചുണ്ടാക്കുന്ന കാര്യത്തിൽ സ്വാമി അന്നും ഇന്നും വിദഗ്ധനാണ്. അതിനകത്ത് ഇങ്ങനെ ഉണ്ടായെന്നല്ലാതെ ട്രംപും മോദിയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.